ഈ തട്ടുകടകൾ നിറയെ ആയുധങ്ങളും കള്ളപ്പണവുമോ? പാകിസ്ഥാൻ ആർമിയുടെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അന്തർദേശീയ ഭീകര സംഘടനയായ താലിബാൻ അധികാരം പിടിച്ചെടുത്തത് ലോകരാഷ്ട്രങ്ങൾ അത്യന്തം ഭീതിയോടെ വിശകലനം ചെയ്ത സംഭവമാണ്. പാകിസ്ഥാൻ ആർമി താലിബാനുമായി ചേർന്ന് നടത്തുവാൻ പോകുന്ന അടുത്ത അധിനിവേശത്തെ പറ്റി കൃത്യമായ സൂചനകൾ ഇന്ത്യയിലെ ഏറ്റവും പുരാതന ദിനപത്രങ്ങളിൽ ഒന്നായ ദി സ്റ്റേറ്റ്സ്മെനിൽ പാക് അധിനിവേശ കാശ്മീരിലെ മാധ്യമ പ്രവർത്തകനായ അംജദ് അയൂബ് മിശ്ര കഴിഞ്ഞ വർഷം ജൂലൈയിൽ എഴുതിയിരുന്നു. ആ ലേഖനത്തിന്റെ ശീർഷകം തന്നെ താലിബാൻ കാബൂൾ കടന്ന് കാശ്മീരിലും അത് കഴിഞ്ഞ് കേരളത്തിലേക്കും എത്തുന്നു എന്നതായിരുന്നു. സദാ കാശ്മീരിൽ അസ്ഥിരതകളും കലാപങ്ങളും നടന്ന് കാണണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന പാക് ആർമിക്ക് കാശ്മീരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായ ഭരണ പരിഷ്കാരങ്ങളിലൂടെ നടപ്പാക്കിയ സമാധാനപൂരിതമായ അന്തരീക്ഷം അങ്ങേയറ്റം അസഹ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ താലിബാനെ ഉപയോഗിച്ച് കാശ്മീരിനെ കലാപ കലുഷിതമായ ആ പഴയ അന്തരീക്ഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നും അതിനുശേഷം അവർ ലക്ഷ്യം വെക്കുന്നത് കേരളത്തെയാണെന്നും അതിനുവേണ്ടി പാകിസ്ഥാനും താലിബാനും കേരളത്തിലെ മത തീവ്ര സംഘടനകളെ ഇന്ത്യയുടെ സുരക്ഷയെ തകർക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളായി ഫലപ്രദമായി ഉപയോഗിക്കും എന്നുമാണ് അയൂബ് മിശ്ര തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യം മുഴുവൻ ഭീകരാക്രമണം ഉണ്ടാകത്തക്ക നിലയിൽ രാജ്യത്തെ അടിമുടി അസ്ഥിരപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് കേരളത്തിലെ മത തീവ്ര സംഘടനകളെ താലിബാന്റെ സഹായത്തോടെ പാകിസ്ഥാൻ ഉപയോഗിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പ് ഐക്യരാഷ്ട്ര സംഘടനയുടെയും ലോകത്തിലെ മിക്ക ഇന്റലിജൻസ് റിപ്പോർട്ടുകളെയും ശരിവെക്കുന്നതുമാണ്. ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ആ ലേഖനവും അതിലെ മുന്നറിയിപ്പുകളും ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ കൊലപാതകങ്ങൾക്ക് ആഹ്വാനം നൽകിക്കൊണ്ട് മുഴക്കിയ മുദ്രാവാക്യത്തിലൂടെയും കേരളത്തിലെ മുസ്ലിം തീവ്ര സംഘടനകൾ അത് ശരിവെച്ചിരിക്കുകയാണ്. മയക്കുമരുന്നും ആയുധ കച്ചവടങ്ങളും ജീവിതചര്യകളാക്കി മാറ്റിയ താലിബാന്റെ കേരള അധിനിവേശ മുന്നറിയിപ്പുകളെ അച്ചട്ടായി ശരിവെക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷദ്വീപ് കടലിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും കയറ്റി അയച്ച മയക്കുമരുന്നുകളുമായി 2 കപ്പലുകൾ തീരസംരക്ഷണ സേന പിടിച്ചെടുത്തത്. ഇപ്പോൾ ഇതാ അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ ഇടത്താവളങ്ങളായി തീരദേശത്തെ തട്ടുകടകൾ പോലും മാറുന്നുവെന്ന കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോവളത്തെ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് ആയുധങ്ങളും കള്ളപ്പണവും എത്തുന്നുവെന്നാണ് IB കണ്ടെത്തിയ പുതിയ വിവരം. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയ്ക്കായി പണവും ആയുധങ്ങളും സൂക്ഷിക്കുവാനും കടത്തുവാനും ഇവരിൽ ചിലർ സഹായിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് IB തീരദേശത്തെ തട്ടുകടകളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. മംഗളൂരുവിൽ നിന്ന് കോവളം ഭാഗത്തേക്കും തിരിച്ചും രാത്രിയിൽ തീരദേശത്തു കൂടി ആഡംബര വാഹനങ്ങൾ പോകുന്നതായി വിവരം ലഭിച്ചിരുന്നു. ഈ വാഹനങ്ങൾ വഴിയോര തട്ടുകടകളിൽ നിർത്തുന്നതായും കണ്ടെത്തി. വിവിധ ജില്ലകളിലേക്ക് ആയുധങ്ങളും പണവും കടത്തുന്ന വാഹനങ്ങളാണ് ഇതെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ നിഗമനം. കേരളത്തിലെ തീരദേശങ്ങളിൽ ആൾത്തിരക്കുള്ള ഒഴിഞ്ഞ മേഖലകളിൽ ഈയിടെയായി കുറെ പുതിയ തട്ടുകടകൾ തുറന്നതായും അത് പണവും ആയുധവും കടത്തുന്നവരെ സഹായിക്കുവാനുള്ള സംവിധാനമാണെന്നും ഇന്റലിജൻസ് ബ്യൂറോ സംശയിക്കുന്നു. കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുന്നു എന്ന റിപ്പോർട്ടിന്മേലാണ് കേന്ദ്ര IB ഇപ്പോൾ പ്രത്യേക അന്വേഷണം ആരംഭിച്ചത്. ഈ അന്വേഷണത്തിനിടയിലാണ് തീരദേശത്തെ ചില തട്ടുകടകളെ കുറിച്ച് അപകട സൂചന ലഭിച്ചത്. ഇതുവഴി കടത്തുന്നത് കള്ളനോട്ടാണെന്ന സൂചനയും IBക്ക് ലഭിച്ചതായാണ് സ്ഥിരീകരിക്കാത്ത വിവരം. കോവിഡ് കാലത്ത് സേവനത്തിന് എന്ന രീതിയിൽ ചില ടെമ്പോ ട്രാവലറുകൾ ആംബുലൻസ് ആക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർവീസ് നടത്തിയതിന് പിന്നിലും ആയുധവും പണവും കടത്തലായിരുന്നു പ്രധാന ഉദ്ദേശമെന്ന വിവരവും IBക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അംജദ് അയൂബ് മിശ്രയുടെ മുന്നറിയിപ്പും മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ മുസ്ലിം തീവ്ര സംഘടനകൾ കലാപത്വരയോടെ അഴിഞ്ഞാടുന്നതും ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ IB കോവളത്ത് കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന കാര്യങ്ങളിൽ ഒട്ടും അതിശയോക്തിയില്ല.